അപ്പോൾ ഇന്നത്തെ നടത്തം പിള്ളേരെയും കൊണ്ടാട്ടോ. ഇവിടെ വന്നിട്ട് മോൾക്ക് കിട്ടിയ ആദ്യത്തെ കൂട്ടുകാരിയായിരുന്നു ഇത്, മീനാക്ഷി. തമിഴാട്ടോ. ഇന്ത്യൻ ഫ്രണ്ട്സിനെ ആണല്ലോ സ്കൂളിൽ ആദ്യം ചെന്നപ്പം പരിചയപ്പെട്ടത്. അപ്പം പ്രൈമറി ക്ലാസ്സിൽ വെച്ച് കിട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ സെക്കൻഡറി ആയപ്പോൾ മോള് വേറെ സ്കൂളിലും മീനാക്ഷി വേറെ സ്കൂളിലായിപ്പോയി. പക്ഷെ എന്നാലും നമ്മൾ UK വിട്ട് പോകുന്നതിന് മുമ്പ് മോക്കും മീനാക്ഷിക്കും കൂടി ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം ഞങ്ങൾ നടന്ന് ഇതുപോലെ നമ്മുടെ മെയിൻ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആർക്കേഡിൽ കളിക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരെണ്ണം തുറന്നിട്ടില്ലായിരുന്നു. വേറെണ്ണത്ത് പോയെങ്കിലും പിള്ളേർക്ക് അവിടെ തിരക്കാന്ന് പറഞ്ഞ് കളിക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ അവിടെ കളിക്കാൻ കൊടുത്ത പൈസ അവർ ബുദ്ധിപരമായിട്ട് ഷോപ്പിങ്ങിന് യൂസ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ അവരെയും കൊണ്ട് ഞാൻ ഇവിടുത്തെ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പം ആദ്യം തന്നെ അവർ പോയത് ബുക്സ് വാങ്ങിക്കാനാണ്. അവർക്ക് ബുക്സിനോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. എനിക്കാണ് ഈ ക്രാഫ്റ്റിനോടൊക്കെയുള്ള ഇഷ്ടം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പോകാനും എത്ര പ്രാവശ്യം വേണേലും മടുക്കാതെ പോകുന്ന ഒരു ഷോപ്പാണ് ഇതൊക്കെ, അവിടെ ഉള്ള ഷോപ്പ്. ഞാനാണെങ്കിൽ തന്നെയും പോകാറുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടം അതിനകത്ത് കയറി ഇങ്ങനെ പുതിയ പുതിയ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണാനും നല്ല രസമല്ലേ, ഇങ്ങനെ പല വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാനും. അങ്ങനെ ഞാനിവിടെ പോകാറുണ്ട്. അപ്പം പിന്നെ ആദ്യമായിട്ടാണ് പുറത്തൊരു ഷോപ്പിൽ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിലും കുറച്ച് വീഡിയോ എടുത്തുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ പിന്നെയും ക്യാമറ ഓൺ ചെയ്ത് വെച്ചെന്നുള്ളൂ. ഇത് നമ്മുടെ കയ്യിലുണ്ട്, ഈ വാട്ടർ കളറിങ് ബുക്ക്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു എൻ്റെ ഒരു കസിന് എനിക്ക് കൊണ്ട് തന്നിട്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഇവിടെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കളർഫുള്ളല്ലേ ഇവിടെയൊക്കെ കയറി. എനിക്ക് ഇവിടെ കാണുമെങ്കിൽ താമസിച്ച് ഇവിടെ ഒരു ജോലി കഴിച്ചാൽ അവിടെ അങ്ങ് നിന്നാലോ എനിക്ക് അടുക്കി പെറുക്കുകയും അതിങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ. ഈ ബുക്ക് കണ്ടോ, അതിൽ കാൽക്കുലേറ്ററും കൂടിയൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. പിന്നെന്താ കുറേ പേസ്റ്റൽ കളേഴ്സാണെന്ന് തോന്നുന്നു കൂടുതലും ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ പോസ്കാ പെൻസിൻ്റെ ഒരു ഷോപ്പിൽ, സ്റ്റേഷനറി ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ നിറയെ കളക്ഷൻസ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്കും പെന്നും അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമാണ്. ക്രാഫ്റ്റും ആർട്ടിനെക്കാട്ടിലും ഇഷ്ടം ഈ ബുക്കും പെൻസില് പെന്ന് ജേണൽ അങ്ങനെയൊക്കെ. ജേണൽ വെച്ചാൽ മറ്റേ സ്റ്റിക്കർ ജേണലെല്ലാം എഴുതുന്നത്. അപ്പം ഞങ്ങളിതെല്ലാം കണ്ട് അപ്പം ഈസ്റ്ററിൻ്റെ കളക്ഷൻസൊക്കെ തീർന്നു പോയി. അന്നേരം ഉണ്ടായിരുന്നു, ഈസ്റ്റർ കഴിഞ്ഞെങ്കിലും എല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഇല്ലേ. അതിന് ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കാമോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടൊന്നും. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് പിള്ളേർക്ക് അവരുടെ ഇഷ്ടത്തിന് ഷോപ്പ് ചെയ്യാൻ വിട്ടിട്ട് അവരെന്തായാലും ആർക്കേഡിൽ പൈസ കയറിയാലും വെറുതെ അല്ലേ. അപ്പോൾ അവരത് ഷോപ്പിങ്ങിന് യൂസ് ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് നടന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാർക്കിൽ വന്ന് കളിച്ചു. അവരുടെ ഏറ്റവും നല്ല സമയമല്ലേ ഇത്. അവർ മാക്സിമം എൻജോയ് ചെയ്ത്. അപ്പോൾ അവരും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലൂടെ വരാം കേട്ടോ.